അപ്പം ഞാൻ പർപ്പിൾ സ്റ്റോറി പോയതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണണ്ടേ? ഫസ്റ്റ് വൺ ഈ കാണുന്ന മിസെല്ലാർ വാട്ടർ ആയിരുന്നു. അതിപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാനാണ് ഞാൻ പൊതുവേ ഇതാണ് യൂസ് ആക്കാറുള്ളത്. രണ്ടാമത് ഈ കാണുന്ന കാർമസിയുടെ ഫേഷ്യൽ റേസർ ആയിരുന്നു. പൊതുവേ ഞാൻ എല്ലാ ബ്രാൻഡിൻ്റെയും യൂസ് ആക്കാറുണ്ട്. ഇതിനകത്ത് ഇപ്പം 3 വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ സാഷേ പാക്കറ്റ് അവരുടെ പ്രീ ഷേവിംഗ് ബാമും ഉണ്ടായിരുന്നേ. ഇത് വന്നിട്ട് ഡേം ഡോക്കിൻ്റെ അൺഡ്രാം റോളോൺ ആയിരുന്നു. പൊതുവേ ഞാൻ ബോഡി വൈസ് പിന്നെ കെമിസ്റ്റഡ് പ്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തെല്ലാം 5% AHA അല്ലേ. പക്ഷേ ഇതിനകത്ത് അവർ ക്ലെയിം ചെയ്യുന്നത് 7% AHAയും 2% മെലാസറോയുമാണ്. കൂടാണ്ട് ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെയും യൂസ് ആക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെന്താ മേടിച്ചേന്നിങ്ങനെ നോക്കിക്കൊണ്ട് യെസ്, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ലിക്വറൈസ് പൗഡറും അതുപോലെ തന്നെ ഫ്രഞ്ച് പിങ്ക് ക്ലേ മാസ്കുമായിരുന്നു. ഗ്രീൻ ക്ലേ മാസ്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫ്രഞ്ച് പിങ്ക് ക്ലേ മാസ്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പം പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. അടുത്തത് മേടിച്ചത് NYBയുടെ കാജലായിരുന്നു. ഞാൻ അവിടെ വെച്ചും ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ മേടിച്ചത് ഈ കാണുന്ന അക്വലോജിക്കയുടെ ഡീറ്റാൻ ഫേസ് വാഷ് ആയിരുന്നു. അത്യാവശ്യം നല്ല പതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാം സ്റ്റേയുടെ ഒരു സെറാമൈഡ് ക്രീമായിരുന്നു മേടിച്ചത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ കാണുന്ന ഈ ഡേം ഡോക്കിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു മേടിച്ചത്. അത് SPF 50 PA++ ഉണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ ഞാൻ മേടിച്ചത് ഈ കാണുന്ന ഇതെന്തിൻ്റെ ആയിരുന്നു? സ്വിസ് ബ്യൂട്ടിയുടെ സെലക്ട് ഹൈ ഓൺ ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിരുന്നേ. ഇതിൻ്റെ വരുന്ന വേരിയൻറ്റ് അൾട്രാ ന്യൂഡ് 02 ആയിരുന്നേ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈഡ്രേഷനൊക്കെ തരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആയിരുന്നു. ഇവിടെ വേണേലും എങ്ങനെ വേണേലും ക്യാരി ചെയ്തുകൊണ്ട് പോവാം. പിന്നെ മേടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ യൂസ് ആക്കിയ ഒന്നായിരുന്നു ഈ ഗ്ലൈക്കോളിക് ഇതിന് പറയുന്നത് പീലിംഗ് ഫുഡ് മാസ്ക്. ഇത് യൂസാക്കി എപ്പോഴും യൂസാക്കാനൊന്നും കൊള്ളത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പീലിംഗ് ഫുഡ് മാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു.